ഈ ചതുർഭരനെ കൊണ്ട് വന്നിട്ടല്ലോ 4 ഇതായിട്ടാ, അത് കാസ്റ്റ് ബേസ്ഡ് ആണോ അല്ലെങ്കിൽ ഡിവിഷണൽ ലേബർ ആണോ? ഫണ്ടമെന്റലി ഇത് രണ്ടുമല്ല. ഇതുണ്ടാകാനുള്ള മെയിൻ കാരണം ഇമിഗ്രേഷൻ ആണ്. കാരണം ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഹിസ്റ്റോറിക്കലി ഒരു ഇമിഗ്രന്റ് പ്ലേസാണ്. ഇവിടെ കേരളത്തിലുള്ള ഇവിടുത്തെ എല്ലാ കമ്മ്യൂണിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ആദിവാസികൾ ഒഴിച്ച് എക്സെപ്റ്റ് ട്രൈബൽസ് ഇവിടുത്തെ മൂൽ നിവാസി ആരും ഇല്ല. എല്ലാവരും പുറത്തുനിന്ന് വന്നവരാ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിറിയൻ ക്രിസ്ത്യൻസ് ദേ കെയിം ഫ്രം മിഡിൽ ഈസ്റ്റ് ഫോർ ഫാദേഴ്സ്. മുസ്ലിംസ് ആണെങ്കിലും അവരുടെ പകുതി ആൾക്കാർ അറബ് ഡിസെൻഡന്റ് ആണ്. അതുപോലെ ഹിന്ദുസ് ആണെങ്കിൽ പോലും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരാണ് കൂടുതൽ ആൾക്കാർ. പിന്നെ നേപ്പാളിൽ നിന്ന് വന്നവരുണ്ട്, ചിലർ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന ജെനറ്റിക്സ് ഉള്ളവരുണ്ട്. അപ്പോൾ ഫണ്ടമെന്റലി ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നടന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ആ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന, അതായത് നമ്മുടെ ഫസ്റ്റ് നാഗരികത, അതിലുണ്ടായിരുന്ന ആൾക്കാർ ഇറാനിൽ നിന്ന് വന്ന മോണോലിത്തിക് അല്ലെ നിയോലിത്തിക് ഫാർമേഴ്സ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇറാനിൽ നിന്ന് വന്ന ട്രൈബാണിത്, സെൻട്രൽ ഏഷ്യയിലെ ട്രൈബാണ്. ആ ട്രൈബിനെ ഇൻവേഡ് ചെയ്ത് തോപ്പിച്ചുകൊണ്ടാണ് ആര്യൻസ് വരുന്നത്. സെൻട്രൽ ഏഷ്യ എന്നാണ് ആര്യൻസ് വരുന്നത്, ഫസ്റ്റ് മൈഗ്രേഷൻ. പിന്നെ കാസ്പിയൻ സി, ഉക്രൈനിൽ നിന്നൊക്കെ ഇവർ വരുന്നുണ്ട്. ബേസിക്കലി പറഞ്ഞാൽ സെൻട്രൽ ഏഷ്യ ആൻഡ് യൂറോപ്പിൽ നിന്ന് വന്ന പോപ്പുലേഷൻസ് ആണ് ഇവിടെ വന്ന് മിക്സ് ആയേക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ജനത അവിടെ ജീവിക്കുന്നു, വേറൊരു ജനത ഫോറിൻ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നു. പിന്നെ അവിടെ വാർ നടക്കുമല്ലോ. വാർ നടക്കുമ്പോൾ ആര് ജയിക്കുന്നു അവർ പറയുന്നതാണല്ലോ റൂള്. ട്രൈബൽ വേൾഡിൽ അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആര്യൻസ് വന്ന് ഇവിടെ ഇൻവേഡ് ചെയ്ത് ഇവിടുത്തെ ടോട്ടൽ കൾച്ചർ അവർ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് പോപ്പുലേഷനെ ഉയർന്നു വരാതിരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ സിസ്റ്റത്തിൽ പെട്ടുപോയതാണ്. ഡിവിഷൻ ഓഫ് ലേബർ അങ്ങനെയാണ് വരുന്നത്. അത് അന്നത്തെ ട്രൈബൽ വേൾഡിൽ ഉണ്ടായ സംഭവം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രാഹ്മിൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇതാണ് 4 വർണ്ണം. പിന്നെ ദളിത് എന്ന് പറയുന്നത് ഇതിലൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ ജംഗിൾ മറ്റേ വനത്തിലൊക്കെ ജീവിക്കുന്നവരും അല്ലെങ്കിൽ വളരെ മൗണ്ടൻ റീജിയനിൽ ജീവിക്കുന്നവരുമായിട്ട് ഈ വാലി റീജിയൻസിലുള്ള ആൾക്കാർക്ക് ആക്സസ് ഇല്ല. അപ്പം ഇവരിലൊന്നും പെടാത്തവരെ അവർ ദളിതായിട്ട് കൂട്ടി എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഇതിലൊന്നും പെടാത്ത വേറൊരു ഗ്രൂപ്പാണ് കായസ്ഥ എന്ന് പറയും. അവർ വേറൊരു ഈ വർണ്ണത്തിൽ പെടാത്ത ഗ്രൂപ്പാണ്, ബട്ട് ദി എക്സിസ്റ്റ് ഇൻ ദ ഹിന്ദു കമ്മ്യൂണിറ്റി. അപ്പോൾ ബ്രാഹ്മിൺ, വൈശ്യ, ശൂദ്ര ഈ 3 കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ആര്യൻസ് ആയിരിക്കും. ആര്യൻ ട്രൈബാണ് ഇത് മൊത്തം. അണ്ടർ ബേസിക് പ്രോബ്ലം ഇമിഗ്രേഷൻ ആയിരുന്നു. ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വാറുകളാണ് ഇതിന്റെ റീസൺ. ഈ ബുദ്ധിസ്റ്റുകളാണോ ബ്രാഹ്മിൻസ് ആണോ ഇന്ത്യയിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്? എഡ്യൂക്കേഷന്റെ കാര്യത്തിലും ഫിലോസഫിയുടെ കാര്യത്തിലും ബുദ്ധിസ്റ്റുകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. കാരണം ഇവിടുത്തെ പഴയ ഓൾഡ് യൂണിവേഴ്സിറ്റീസ്, നളന്ദ ഒക്കെ ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റികളായിരുന്നു. പിന്നെ ബുദ്ധിസം സ്പീക്സ് ഫോർ ഈക്വാലിറ്റി. ഹിന്ദുയിസം ഈസ് ആക്ച്വലി ഫണ്ടമെന്റലി ഇസ് ഡിവിഷൻ, സെക്ടേറിയൻ ആൻഡ് സെപ്പറേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഫിലോസഫിക്കലി നമുക്ക് വേണമെങ്കിൽ ബുദ്ധിസ്റ്റ് ഫിലോസഫി എപ്പോഴും സുപ്പീരിയർ ആണ്. മാത്രമല്ല ബുദ്ധിസ്റ്റ് നോളജിൽ നിന്നുണ്ടായ ഒരുപാട് കാര്യങ്ങൾ ഈ കൺട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ ദർശനം എന്നാണ് നമ്മൾ പറയുക അല്ലേ. ആ സംഭവം വളരെ സുപ്പീരിയർ ആയിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. പിന്നെ ഈ മെയിൽ ഡോമിനേഷൻ എല്ലാ റിലീജിയനിലും എല്ലായിടത്തും ഇല്ലേ, അത് അങ്ങനെ വരാനുള്ള കാരണം എന്തായിരിക്കും? അതിനുള്ള കാരണം സിമ്പിളായിട്ട് പറഞ്ഞാൽ മനുഷ്യൻ സെറ്റിൽ ആകാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് മെയിൽ ഡൊമിനേഷന്റെ ആവശ്യം വന്നത്. റിലീജിയനിലല്ല പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ഈ ഹ്യൂമൻ സൊസൈറ്റിയുടെ ബേസിക് ഫോംസ് നമ്മൾ നോക്കുമ്പോൾ പണ്ട് ഈ ഗുഹയിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യർ, പിന്നെ അത് ശരിക്കും ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിരുന്നു. അവര് മാട്രിലീനിയൽ സൊസൈറ്റീസ് ആയിരുന്നു. ആ സമയത്ത് ഹണ്ടർ ഗാദറർ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ആണുങ്ങൾ മറ്റേ ഹണ്ടിങ് ചെയ്യും, ലേഡീസ് സപ്പോർട്ട് റോളായിരുന്നു. പക്ഷേ ലേഡീസിനായിരുന്നു അവിടെ വാല്യൂ കൂടുതൽ. കാരണം കുട്ടി ഉണ്ടാകാനും ജനറേഷൻ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലേഡീസ് സർവൈവ് ചെയ്താൽ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അത് മാട്രിലീനിയൽ സൊസൈറ്റീസ് ആയിരുന്നു ട്രൈബൽ വേൾഡ് മൊത്തം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ട്രൈബൽ വേൾഡ് കൃഷി ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചപ്പോൾ തൊട്ട്, അതായത് കൃഷി ചെയ്യാൻ ഉള്ള ആ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചപ്പോൾ തൊട്ടാണ് ഇവർ ഈ സിവിലൈസേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് കൂടുതൽ നദിയുടെ തീരങ്ങളിലൊക്കെയാണ് സിവിലൈസേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ സിവിലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്താ പറയുന്നത്, ആണുങ്ങൾ വർക്ക് ചെയ്യണം, പെണ്ണുങ്ങൾ സപ്പോർട്ടായിട്ട് ഇരുന്നാൽ മാത്രമേ ആ സിസ്റ്റം വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ തൊട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് പാട്രിയാർക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഒറിജിനൽ ഫോം ഓഫ് ഹ്യൂമൻ ബീങ്സിൽ, ഒറിജിനൽ ഫോം ഓഫ് സൊസൈറ്റിയിൽ മാട്രിലീനിയൽ സിസ്റ്റമാണ്. പക്ഷേ നമ്മൾ ഫണ്ടമെന്റലി ജനറേഷൻസ് പ്രോഗ്രസ് ചെയ്തപ്പോൾ ഇത് പാട്രിയാർക്കലായിട്ട് ഇവോൾവ് ചെയ്തത്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഇവോൾവ്. ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? ഫ്യൂച്ചർ ഐ ഫീൽ ലൈക്ക് ഇറ്റ് വിൽ ഗോ മോർ ഇൻ ദി ഇഗാലിറ്റേറിയൻ സിസ്റ്റം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള ലെവലിലാണ് വരുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് പറ്റുന്നത്. ഇപ്പം നമുക്ക് നമ്മൾ വളരെ സിമ്പിൾ ആണുങ്ങളെ സംബന്ധിച്ച് ജനറലി പെണ്ണുങ്ങൾ ഫിസിക്കലി വീക്കറാണ്. ഇപ്പോൾ മെന്റലി ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് സ്ട്രോങ്, വുമൺ ആണ് സ്ട്രോങ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രെയിനും നമ്മുടെ ബ്രെയിനും ഫണ്ടമെന്റലി കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മുടെ ഫംഗ്ഷനിങ് ഡിഫറെന്റ് ആണ്. നമ്മൾ കൂടുതൽ ബോക്സ് തിയറിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഒരേ സമയം മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പാടാണ് ആണുങ്ങൾക്ക്. അവർക്ക് പറ്റുന്നത് പറഞ്ഞാൽ അവരുടെ ബ്രെയിൻ ടോട്ടലി ഡിഫറെന്റ് ആയ ഒരു സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഓൾ ഫ്യൂഷൻ വയറിംഗ് മോഡലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് മെമ്മറി കൂടുതലാണ്.
മെമ്മറി കൂടുതലാണ്. അവരെല്ലാ റിവെഞ്ച് കാര്യങ്ങളും കൂടുതലാണ്. ആണുങ്ങൾക്ക് മെമ്മറി കുറവാണ്. അല്ല, അവർക്ക് റിവെഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? യെസ്, അവര് പഴയ അവരാണെങ്കിൽ 5ാം ക്ലാസ്സിലൊക്കെ നമ്മളോട് ചെയ്ത കാര്യങ്ങളൊക്കെ വേണേൽ എല്ലാം ഓർത്ത് നോക്കും. നമ്മൾ മറന്നു പോകും. വൈരാഗ്യം ഉണ്ടോ? ആണെങ്കിൽ പിന്നെ മറക്കും. നമ്മൾ മറന്നു പോകും. അതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ. അത് ആ ബ്രെയിൻ ഫംഗ്ഷനിങ്ങിന്റെ ഡിഫറൻസ് കൊണ്ട് അതുണ്ടാവുന്നത്. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഈ മെയിൽ ഫീമെയിൽ മാത്രം പറയാതെ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെ തേർഡ് ജെൻഡറിനെ കുറിച്ചുകൂടെ സംസാരിക്കണം. ഇപ്പൊ തേർഡ് ജെൻഡറിന്റെ കാര്യം പറയുമ്പോൾ അവരുടെ ബ്രെയിനെ കുറിച്ച് സ്റ്റഡി നടക്കുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് നോക്കി ജേർണൽസ് ഒക്കെ ഉണ്ടോന്ന്. പക്ഷേ തേർഡ് ജെൻഡറിന്റെ ഒരു സ്പെസിഫിക് ബ്രെയിൻ ഉണ്ടോ, അവരുടെ പാറ്റേൺ ഉണ്ടോ എന്നുള്ളതിന് ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു സ്റ്റഡിയായി ഇപ്പോൾ നടന്നിട്ടുള്ളൂ. അതിന്റെ ബാക്കി വന്നു കഴിയുമ്പോഴത്തേക്കും അതും ഇവർ അപ്രൂവ് ചെയ്യും. ഈ മെയിൽ സെക്സ്വാലിറ്റിയും ഫീമെയിൽ സെക്സ്വാലിറ്റിയും വ്യത്യാസം എന്താണ്? സെക്ഷ്വാലിറ്റി ഇൻ ദ സെൻസ് ജെൻഡർ ആണോ ചോദിക്കുന്നത്, ഓറിയന്റേഷനോ? രണ്ടിലും. അത് ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽ ആണെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ചില ആൾക്കാർക്ക് ആണുങ്ങളോട് ഇഷ്ടം തോന്നാം, ചിലർ സ്ട്രേറ്റ് ഫോർവേഡ് പെണ്ണുങ്ങളോടായിരിക്കും. ഇനി ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ മെയിൽ ഫീമെയിൽ ആരില്ല, മറ്റേതല്ല. മെയിൽ ഫീമെയിൽ ആർക്കാണ് ഇത് കൂടുതൽ? ജനറലി ആണുങ്ങൾക്കല്ലേ? നമുക്കാണ് കൂടുതൽ. ആണുങ്ങൾക്ക് കുറച്ചൊരു ലസ്റ്റ് ആരില്ലല്ലേ? നമുക്ക് ലസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. പെണ്ണുങ്ങൾക്ക് മോർ ലവ് ആണ്. ദേ വാണ്ട് ടു ബി ഇമോഷണലി ഫീൽ. കാരണം അവർ ഇമോഷണൽ ക്രീച്ചേഴ്സ് ആണ്, നമ്മൾ ലോജിക്കൽ ക്രീച്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് എന്താ പറയുന്നത്, നമുക്ക് ഒരു ഇമോഷൻ ഇല്ലാതെ സെക്സ് ചെയ്യാൻ പറ്റും. ഇമോഷണൽ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. പെണ്ണുങ്ങൾക്ക് അങ്ങനെ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ലസ്റ്റ് ആണ്, ലവ് ആണ് കൂടുതൽ. അവർക്കും ലസ്റ്റ് അല്ലേ ഇപ്പൊ അങ്ങാവരിലേക്ക് പോകുമല്ലോ? അങ്ങനെ ചോദിച്ചാൽ ഐ റിയലി ഡോണ്ട് നോ. അത് ഓരോ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തിരിക്കത്തില്ല, സബ്ജക്റ്റീവ് അല്ലേ. ചിലർക്ക് ലസ്റ്റ് ആയിരിക്കും താല്പര്യം, ചിലർക്ക് ലവ് ആയിരിക്കും താല്പര്യം. ജനറലി ആണുങ്ങൾക്ക് ലസ്റ്റ് കൂടുതലും പെണ്ണുങ്ങൾക്ക് ലവ്. അങ്ങനെയാണ്. ആണുങ്ങൾ ലെഫ്റ്റ് ബ്രെയിനും പെണ്ണുങ്ങൾ റൈറ്റ് ബ്രെയിനും ആവണം, ശരിയാണോ? ഡിപ്പെൻസ്. അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ എന്നാലും മജോറിറ്റി ആണുങ്ങൾ ട്രെയിൻഡ് ആവുന്ന പോലെ നടക്കുന്നത്. നമ്മൾ അനലിറ്റിക്കൽ കൂടുതൽ. അപ്പൊ അത് സയന്റിഫിക് സ്റ്റഡി പറയുന്നത് ഫീമെയിൽ ബ്രെയിനേക്കാളും ഒരു ആവറേജ് മെയിൽ ബ്രെയിന് 5 പോയിന്റ് IQ കൂടുതലായിരിക്കും. നമ്മൾ കൂടുതൽ ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ആയിട്ട് തിങ്ക് ചെയ്ത് റീസണിങ് ചെയ്യുന്നവരാണ് ആണുങ്ങൾ കൂടുതൽ. ലേഡീസിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ഇമോഷണൽ ആയിട്ടാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എവറിത്തിങ് കണക്റ്റഡ് ടുഗദർ ആണ്. മനസ്സിലായോ? അപ്പൊ അവരുടെ കാറ്, വീട്, അവരുടെ ലൈഫ്, ഇമോഷൻസ്, അവര് അങ്ങനെയാണ്. ബ്രോഡായിട്ട് ചിന്തിക്കില്ല. ബ്രോഡ്നെസ് കുറവാണ് അവർക്ക്. അവരുടെ എൻവയോൺമെന്റ്, അവരുടെ വ്യത്യസ്തമായ ചില പെണ്ണുങ്ങളുണ്ട്, 1-2 കുറച്ച് പേരുണ്ട്. ഇന്ദിരാഗാന്ധി ഒക്കെ വളരെ ഡിഫറെന്റ് ആയ ലേഡിയാണ്. ഡിഫറെന്റ് ചിന്തിക്കുന്നവരുണ്ട്. അത് അവർ ട്രെയിൻ ചെയ്യുന്ന പോലെ അവരെ. പിന്നെ ഇപ്പൊ BJP ഇന്ത്യയിൽ വരികയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാ? BJP ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ BJP ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. മുസ്ലിംസ് അങ്ങനത്തെ കമ്മ്യൂണിറ്റിക്ക് അങ്ങനല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഞാൻ നോർത്ത് ഇന്ത്യയിലാണല്ലോ പഠിച്ചത്. അപ്പൊ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗോത്രങ്ങൾ തമ്മിലുള്ള അടിയാണ് ശരിക്കും പ്രശ്നം. അപ്പൊ ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള അടി റിലീജിയന്റെ പേര് വരുന്നതാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാശുള്ളവരും കാശില്ലാത്തവരും തമ്മിലുള്ള ഫൈറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. കാശുള്ള ആൾക്കാർ തമ്മിൽ അടി ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. കാശുള്ള ആൾക്കാർ തമ്മിൽ കൊളാബറേഷനാണ് നടക്കുന്നത്. കാശില്ലാത്ത ആൾക്കാർ തമ്മിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ, ജാതിയുടെയും മതത്തിന്റെയും അതിന്റെ ഇതിന്റെ എല്ലാം പേരിൽ. ഫണ്ടമെന്റൽ പ്രോബ്ലം എക്കണോമിക്സ് ആണ്. എനിക്ക് പൈസയുണ്ട്, എനിക്ക് എൻജോയ് ചെയ്യാൻ ലൈഫ് ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ എന്തിന് യുദ്ധത്തിന് പോകണം? ശരിയല്ലേ? ഫണ്ടമെന്റലി BJPയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവരൊരു ഹിന്ദു എക്കോസിസ്റ്റം ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഹിന്ദു എക്കോസിസ്റ്റം ഓൾ ഓവർ ബേസിലുള്ള ഹിന്ദുസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഹിന്ദു ഒരു മോണോതീസിസ്റ്റ്, ഏകദൈവ വിശ്വാസമുള്ള മതമല്ല. ഇതൊരു പോളിതീസിസ്റ്റ് റിലീജനാണ്. അപ്പൊ അതിൽ വരുമ്പോൾ ഗുജറാത്തിലെ ഹിന്ദുസ് പറയുന്നതല്ല ബംഗാളിലെ ഹിന്ദുസ്. ബംഗാളിലെ ഹിന്ദുസ് ഫിഷ് കഴിക്കും, ഗുജറാത്തികൾ പ്യുവർ വെജിറ്റേറിയൻസ് ആണ്, രാജസ്ഥാനികൾ പ്യുവർ വെജിറ്റേറിയൻസ് ആണ്, ഇവിടെ ഉള്ളവർ ബീഫ് കഴിക്കും. അപ്പോൾ എല്ലാവരും ഹിന്ദുക്കളാണല്ലോ. അപ്പോൾ ഫണ്ടമെന്റലി നിങ്ങൾക്ക് ഒരു സിംഗിൾ റൂൾ അപ്ലൈ ചെയ്യാൻ പാടാണ്. പക്ഷെ ഇവര് ഇൻവെന്റ് ചെയ്യുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഹിന്ദുത്വ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഇതിന്റെ ഫണ്ടമെന്റലി ഇതിന് ബാക്ക് ചെയ്യുന്നത് ആര്യസമാജമാണ്. അപ്പൊ നമ്മള് ഹിന്ദുയിസത്തിൽ 2 റിഫോം മൂവ്മെന്റ് ഉണ്ട്. ഒന്ന് ബ്രഹ്മസമാജവും ആര്യസമാജവും. ബ്രഹ്മസമാജം കൊണ്ടുവന്ന ആളാണ് രാജാറാം മോഹൻ റോയ്. അത് ബംഗാളിലാണ് ആ റെനൈസൻസ് ഉണ്ടായത്. ഈ ആര്യസമാജം ഹരിയാന, രാജസ്ഥാൻ ആ ഏരിയയിലാണ് ഉണ്ടായേക്കുന്നത്. അത് ദയാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ മെയിൻ ആള്. അപ്പൊ ഈ ആര്യ സമാജത്തിന്റെ വാല്യൂസ് ആണ് ഇവര് പുതിയൊരു റിലീജൻ ആയിട്ട് ഇൻവെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫണ്ടമെന്റലി പറഞ്ഞ ഇപ്പൊ നമ്മള് ക്രിസ്ത്യാനിറ്റിയിലാണ് യഹോവയാണ് ദൈവം. അത് എല്ലാ ക്രിസ്ത്യൻസിനും യഹോവയാണ് ദൈവം. ജീസസ് ക്രൈസ്റ്റ് ആണ് നമ്മളുടെ സൺ ഓഫ് ഗോഡ് എന്ന് നമ്മൾ വിശ്വസിക്കും. ചിലർ പറയുന്നത് പ്രവാചകനാന്ന് പറയുന്നു, ഡിപ്പെൻസ്. എന്നാൽ പോലും ഒമ്നിപ്രസന്റ് ആയ ഒരു സിംഗിൾ ദൈവവും ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഡെലിവറി ചെയ്യുന്ന ഒരു ഐക്കണുമാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസ്. ഹിന്ദുയിസത്തിൽ നേരെ തിരിച്ച് പ്രോബ്ലമാണ്. പല ദൈവങ്ങളുണ്ട്. ഇപ്പൊ ഇവര് ആര്യ സമാജം മുന്നോട്ട് വെക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഓം എന്ന് പറയുന്ന ഒമ്നിപ്രസന്റ് ആയ ഒരു ദൈവവും ശ്രീരാമൻ എന്ന് പറയുന്ന പ്രവാചകനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശ്രീരാമനിലൂടെയാണ് ധർമ്മം ഇവർ ഡെലിവർ ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് മൊറാലിറ്റി. അപ്പൊ ഇനി വരാൻ പോകുന്ന എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്, ഇനി വരാൻ പോകുന്നത് രാമഭക്തരും
മറ്റ് ഹിന്ദു ട്രഡീഷൻസും തമ്മിലുള്ള അടിയാണ് ഇനി വരാൻ പോകുന്നത്. ഇസ്കോൺ ടെമ്പിൾ ഒക്കെ ഓൾറെഡി ഇവർക്കെതിരായി, കാരണം ഇവർ ഡൊമിനേറ്റ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഇപ്പം രാമക്ഷേത്രം അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഫിലോസഫിക്കലായിട്ടുള്ള സ്റ്റാൻഡിംഗ് ഉണ്ട്, സ്പിരിച്വൽ ആയ സ്റ്റാൻഡിംഗ് ഉണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള നേട്ടങ്ങളുണ്ട്, പിന്നെ ഇതൊരു വലിയ കോർപ്പറേറ്റ് ഗെയിമുമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയോധ്യ എന്ന് പറയുന്ന പഴയ ഏൻഷ്യന്റ് സിറ്റി ആണല്ലോ. അയോധ്യയിലേക്ക് 2030 ആകുമ്പോൾ അയോധ്യ ഒരു വമ്പൻ സ്പിരിച്വൽ ഒരു സിറ്റി ആയിട്ട് മാറ്റാനുള്ള ഒരു വമ്പൻ പ്ലാൻ ഉണ്ട്. ലൈക്ക് റോം, ജെറുസലേം, അല്ലെങ്കിൽ നമ്മൾ സൗദി അറേബ്യയിൽ ഒരു ഹജ്ജിന് പോകത്തില്ലേ, അതുപോലെ ഹിന്ദുക്കളുടെ ഒരു വലിയ പിൽഗ്രിമേജ് സെന്റർ ആക്കാനുള്ള ഒരു കോർപ്പറേറ്റ് പ്ലാൻ ഉണ്ട്. ഇവിടെ ഭയങ്കരമായിട്ട് ലാൻഡ് ഗ്രാബിംഗ് നടക്കുന്നുണ്ട് അയോധ്യയിൽ. കാരണം എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അയോധ്യയിലുണ്ട്, അവൻ പറഞ്ഞാണ് അവിടെ ഉള്ള ഒരുപാട് ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഗുണമായിരിക്കും ദോഷമായിരിക്കും എങ്ങനെയായിരിക്കും വരുന്നത്? ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന് രണ്ട് സൈഡും ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, ഹിന്ദു ബ്രദർഹുഡ് എന്ന കോൺസെപ്റ്റ് നിന്നാൽ മാത്രമേ ഇവർക്ക് ഹിന്ദുത്വ നാഷണാലിറ്റി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹിന്ദുത്വ ബ്രദർഹുഡ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏകദൈവ വിശ്വാസത്തിലേക്ക് ഹിന്ദുയിസം മാറണം. അപ്പൊ അത് ഇവർ എൻഫോഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി ഹിന്ദു ട്രഡീഷൻസിനെല്ലാം പ്രശ്നമാണ്. ഇപ്പോൾ ആദിവാസികളെല്ലാം ഹിന്ദുക്കളാണേലും അവർ സർണിയ എന്നൊക്കെ പറഞ്ഞുള്ള ഗോത്ര മതങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർക്കെല്ലാം പ്രശ്നമാണ്. ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ശാന്തമായിട്ട് ജീവിക്കുക, നമ്മുടെ അടുത്ത് അവരെന്ന് പറയുന്നത് നാളെ തൊട്ട് വെജിറ്റബിളെ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുകൂട്ടൊരു പ്രശ്നമാണിത്. എൻഫോഴ്സ് ചെയ്യും അവരെ. സെക്ടേറിയൻ വയലൻസ് കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്.